ഈശോ എല്ലാറ്റിന്റെയും ആദ്യ കാരണവും എല്ലാത്തിന്റെയും ഉടയവനുമാണ്. ഈശോയിലാണ് സകലതും പിതാവും പരിശുദ്ധാത്മാവും സൃഷ്ടിച്ചിരിക്കുന്നത്. ത്രിത്വൈക കൂട്ടായ്മയിൽ ഈശോയുടെ മഹത്വമാണ് രണ്ടുപേരുടെയും മഹത്വം. ഈശോ മഹത്വപ്പെടുമ്പോഴാണ് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും സ്വർഗത്തിൽ സന്തോഷിക്കും. പുത്രനായ ഈശോയാകട്ടെ അവരുടെ സന്തോഷം നിറവേറ്റുന്നതിലും അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കുന്നതിലുമാണ് സന്തോഷവും മഹത്വവും. ഈശോ പിതാവ് ഏൽപ്പിച്ച സകല കാര്യങ്ങളും പൂർത്തിയാക്കി തന്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി പരിപൂർണമായി വിജയിച്ചു. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്തു. ക്രമം തെറ്റുപോയ എല്ലാത്തിനെയും തിരിച്ച് ആ ക്രമത്തിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം തന്റെ ശിഷ്യരോട് ഈശോ പറഞ്ഞു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. ലൂക്ക 22:69.